കർക്കിടക ചികിത്സയെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നതിനായി അമല ആയുർവേദ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ജയദീപ് നമ്മോടൊത്തായിരിക്കുന്നു. സാർ, കർക്കിടക ചികിത്സ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സാധാരണ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആഘാതങ്ങൾ, അതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരം ക്ഷീണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാതിരുന്നാൽ അത് ഒരുപക്ഷെ രോഗമായി മാറാം. അങ്ങനെയാണ് ഭൂരിപക്ഷം രോഗങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ കർക്കിടക ചികിത്സയിലൂടെ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നുണ്ട്. കർക്കിടക ചികിത്സയിലാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഉണ്ടാകുന്ന ദോഷങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളി ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. നമുക്ക് സാധാരണ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. നമ്മൾ സാധാരണ ആരോഗ്യം നമ്മൾ ആലോചിക്കുന്നത് നമുക്കൊരു രോഗം വന്നു കഴിയുമ്പോഴാണ് നമ്മളൊരു ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. അതിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നതും നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് കർക്കിടക ചികിത്സ. ഏതൊക്കെ തരം കർക്കിടക ചികിത്സകളാണ് നമുക്കുള്ളത്? കർക്കിടക ചികിത്സ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് ഒരു തരം അസുഖവും ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യുന്ന ഒരു കർക്കിടക ചികിത്സയും എന്തെങ്കിലും അസുഖം ഉള്ള ഒരാൾക്ക് ചെയ്യുന്ന കർക്കിടക ചികിത്സയും. അങ്ങനെ രണ്ട് തരമായിട്ട് കർക്കിടക ചികിത്സയെ നമ്മൾ കാണേണ്ടതാണ്. കാരണം ഒരു അസുഖമുള്ള ഒരാളുടെ കർക്കിടക ചികിത്സ അയാൾക്കുണ്ടായ അസുഖങ്ങളെ കൂട്ടാതെ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകാതെ വേണം നമ്മൾ ചികിത്സിക്കാൻ. മറ്റേത് സാധാരണ ഒരു അസുഖമുള്ള ഇല്ലാത്ത ഒരാൾക്ക് അയാളുടെ ശരീരബലം കൂട്ടുവാനുള്ള ചികിത്സയാണ് നമ്മൾ സാധാരണ കർക്കിടക ചികിത്സയായിട്ട് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് തരം ചികിത്സയായിട്ട് തന്നെ ഇതിനെ നമ്മൾ കാണേണ്ടതാണ്. സാധാരണ കർക്കിടക ചികിത്സയിൽ നമ്മൾ ഒരാളുടെ ശരീരത്തിൽ നമ്മൾ സ്നേഹപ്രയോഗങ്ങളൊക്കെ നടത്തി ഈ ദോഷങ്ങളെ നമ്മൾ ഈ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയുന്നതാണ്. ഈ ദോഷങ്ങളെന്ന് വെച്ചാൽ ശരീരത്തിൽ ആയുർവേദത്തിൽ വാതം, പിത്തം, കഫം ഇങ്ങനെ 3 ദോഷങ്ങളാണ് ഉള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ ആയുർവേദത്തിൽ അതിനെ പില്ലേഴ്സ് എന്ന് പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ പില്ലേഴ്സ് ആവാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എലിമെൻറ്റ്സ് ആവാം. അപ്പോൾ ഇത് നോർമലായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മളുടെ ആരോഗ്യം. ഇതിലെന്തെങ്കിലും ഒരെണ്ണം കൂടുകയോ അല്ലെങ്കിൽ ഒരെണ്ണം കുറയുകയോ ചെയ്താൽ അത് ആരോഗ്യമല്ല, അത് രോഗമാണ്. പക്ഷെ നമ്മുടെ ആയുർവേദത്തിൽ കർക്കിടക ചികിത്സ കൊണ്ട് നമ്മൾ ഈ 3 ദോഷങ്ങളെയും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മാറ്റി അതിനെ സമാവസ്ഥയിൽ സ്റ്റേബിളായിട്ട് നിർത്തുന്നതാണ് കർക്കിടക ചികിത്സ. കർക്കിടക മാസത്തിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? കർക്കിടക മാസത്തിൽ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തണുപ്പ് കൂടുതലായിരിക്കും, മഴയാണ് കൂടുതൽ, വെയിലിൻ്റെ ശക്തി കുറവായിരിക്കും. അപ്പോൾ സാധാരണ ഈ നമ്മുടെ വാതം, പിത്തം, കഫം എന്നുള്ളതിൽ വാതവും കഫവും ഈ കർക്കിടക മാസത്തിൽ കൂടും എന്തായാലും. അതുകൊണ്ടാണ് നമുക്ക് വാദം കൂടുമ്പോൾ ശരീരവേദനയും കോച്ചിവലിയും മുട്ടുവേദന, നടുവേദന ഇതൊക്കെ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ വാദം കൂടും. അതുപോലെ തന്നെ ഉള്ളതാണ് കഫവും. ഈ കഫം കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ജലദോഷം, പനി, ചുമ, നീരുവീഴ്ച ഇതൊക്കെ നമുക്ക് ശരീരത്തിലുണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ 2 ദോഷങ്ങൾ നമുക്ക് ഈ മാസത്തിൽ കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് പിത്തം എന്നുള്ള ദോഷമാണ്. ഈ പിത്തം നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. ഈ പിത്തം കുറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മളുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് കുറയും, ഡൈജസ്റ്റീവ് ജ്യൂസ് കുറയും. അപ്പോൾ ആഹാര പചനം വേണ്ട വിധത്തിൽ നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ പെട്ടെന്ന് ശരീരം അപ്സെറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. വയറൊക്കെ പെട്ടെന്ന് അപ്സെറ്റ്, അതുകൊണ്ടാണ് ഛർദി, വയറിളക്കമൊക്കെ പെട്ടെന്ന് ഈ കർക്കിടക മാസത്തിൽ വരുന്നത്. അങ്ങനെ 3 ദോഷങ്ങളും ദുഷിക്കുന്ന ഒരു കാലമാണ് കർക്കിടക മാസം. സാറിപ്പോ പറഞ്ഞല്ലോ വാദം, പിത്തം, കഫം. എന്താണ് ഈ രോഗങ്ങൾ? ഇവ കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? വാദം, പിത്തം, കഫം എന്ന് പറയുന്നത് നമ്മളൊരു ആയുർവേദത്തിൽ ഇതൊരു ഹൈപ്പത്തറ്റിക്കൽ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ബോഡിയിൽ 3 എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ദോഷങ്ങളുണ്ട്. ഈ ദോഷങ്ങളെയാണ് നമ്മൾ വാദം, പിത്തം, കഫം എന്ന് പറയുന്നത്. ഇതിനൊരു എനർജി സോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഒരു എനർജിയാണ്. ഈ എനർജിയാണ് വാദം, പിത്തം. 3 തരമാണ്. വാദത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, പിത്തത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, കഫത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ വാദം വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് എന്താണ് വാദം എന്ന് നമ്മൾ ആയുർവേദത്തിൽ കണ്ടുപിടിക്കുന്നത്. അതുപോലെ പിത്തം കൂടിയാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളുണ്ടാകും. അത് ഏതൊരു ബോഡിയിലും അത് തന്നെയാണ് വരിക. കഫം കൂടിയാൽ കഫം ഏതൊരു മനുഷ്യനിലും അത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ആയുർവേദം ഇത്ര കാലമായിട്ടും ഇപ്പോൾ അലോപ്പതിയൊക്കെ ഇത്രയും പ്രചാരത്തിൽ ഉണ്ടായിട്ടും ആയുർവേദം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും എല്ലാവരുടെ ബോഡിയിലും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ വാദം കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇത് ഒരു ഓട്ടോമേറ്റീവ് ലോക്കോമോട്ടീവ്
ഫോഴ്സാണ്. അതായത് നമ്മൾ നടക്കുക, ഇരിക്കുക, നമ്മുടെ ചലനങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വാദത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. പിത്തം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്, ഡൈജസ്റ്റീവ് ജ്യൂസസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആഹാരത്തിൽ വന്ന് നമ്മുടെ അന്നനാളത്തിൽ വന്നിട്ട് ദഹിക്കുന്നു, അത് പിന്നെ ബ്ലഡിലേക്ക് വന്ന് നമുക്ക് അതിനുള്ള ശക്തിയൊക്കെ കിട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പിത്തം എന്ന് ഉദ്ദേശിക്കുന്നത്. കഫം എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റേബിൾ, നമ്മുടെ ബോഡീന് നമ്മളുടെ ആ ഒരു ഇപ്പം നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് നല്ല തടിയുണ്ട്, നമുക്ക് അതിനൊരു സ്റ്റേബിൾ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറിനെ നിർത്തുന്നതാണ് കഫം. ഈ 3 എണ്ണമാണ് നമ്മുടെ ബോഡീനെ നിലനിർത്തുന്നത്. അപ്പോൾ ഇതിൽ കഫം വാദം കൂടിയാൽ നമുക്ക് എന്താ സംഭവിക്കുക? വാദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ലോക്കോമോട്ടീവ് ഫോഴ്സ് ആണ്. നമുക്ക് നടക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സന്ധി, നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ സന്ധികളാണല്ലോ നമ്മൾ ബോഡി മൂവ് ചെയ്യണത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ചിരിക്കുന്നു, നടക്കുന്നു, ഇതൊക്കെ വാദത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇപ്പോൾ വാദത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, വാദം കൂടിയാലും വാദം കുറഞ്ഞാലും പ്രശ്നങ്ങളുണ്ടാവും. വാദം കൂടിയാൽ നമുക്ക് ശരീരം മടക്കാൻ, നമുക്ക് മുട്ടുമടക്കാൻ പ്രയാസം ഉണ്ടാവും, ഇരുന്നെണീക്കാൻ പ്രയാസങ്ങളുണ്ടാവും, കൈ പൊക്കാൻ പ്രയാസങ്ങളുണ്ടാവും, പിന്നെ കാലിൻ്റെ മടമ്പിൽ വേദന ഉണ്ടാവും. ഇതൊക്കെ വാദം. പിന്നെ കോച്ചി വലിക്കലുണ്ടാവും, മസിൽ കയറലുണ്ടാവും, ചില ആൾക്കാരുടെ കാലുകളൊക്കെ ഇങ്ങനെ അതൊക്കെ നമുക്ക് ഈ വാദത്തിൽ പെടുന്നതാണ്. അപ്പോൾ വാദം കുറഞ്ഞാലും വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. വാദം കുറഞ്ഞാലും നമുക്ക് വളരെയധികം ആയാസപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കങ്ങനെ സ്പീഡിൽ നടക്കാനോ ഒന്നും കഴിയില്ല. പിന്നെയുള്ളത് പിത്തം കൂടിയാൽ നമുക്ക് ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ ആഗിരണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ഭജിച്ച് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് വരില്ല. അപ്പോൾ അതും ഒരു പിത്തത്തിന്, അതുകൊണ്ട് എന്താ പറ്റുക, നമുക്കുള്ള ഒരു ബോഡിയുടെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു പോകും. കഫം എന്ന് പറയുന്ന അതിൻ്റെ എലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള നമ്മുടെ ബോഡി സ്ട്രക്ചറിനെ ഇങ്ങനെ നിർത്തുന്ന ഒരു ബോഡി എലിമെൻ്റാണ്. അത് കൂടിയാലാണ് നമുക്ക് തലവേദന, ചുമ, പനി, അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നത്. അതുപോലെ നമുക്ക് ആ കഫം കൂടിയാലും നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ശരീരത്തിൽ നമുക്ക് അത്ര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല, ഇരുന്നെണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ കഫം കൂടിയാലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കർക്കിടകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വാദവും കഫവും കൂടിയിട്ടാണ്. സാർ, അപ്പോൾ ഈ 3 രോഗങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ചികിത്സകളാണ് ചെയ്യാനായിട്ട് സാധിക്കുക? ആദ്യമായിട്ട് വാദം വർദ്ധിച്ചാൽ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാദം വർദ്ധിച്ചാൽ നമുക്ക് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നടുവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള ജോയിൻറ്റ്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ആ രോഗീനെ നമ്മൾ അഭ്യംഗം ചെയ്യുകയാണ് ആദ്യത്തെ പടി. അതായത് ശരീരത്തിൽ നന്നായിട്ട് തൈലം പുരട്ടി നന്നായിട്ട് ഒഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു സ്റ്റീം ബാത്ത് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യും. സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീം ചേമ്പറിൽ ഈ തൈലം പുരട്ടിയ രോഗീനെ നമ്മൾ ഇരുത്തിയിട്ട് ശരീരം മുഴുവനായിട്ട് വേർപ്പിക്കും. അതിനുശേഷം അവരുടെ കണ്ടീഷൻ നോക്കി പലതരം കിഴികൾ അവരിൽ ഉപയോഗിക്കും. അതായത് ചൂർണ്ണക്കിഴി, നാരങ്ങാക്കിഴി, ഇലക്കിഴി, അങ്ങനെ പലതരം കിഴികളുണ്ട്. ഈ കിഴികളുടെ ആപ്ലിക്കേഷൻ നമ്മൾ എല്ലാ ബോഡിയിൽ എല്ലാ പാർട്ടിലും നമ്മൾ ഒരുപോലെ അതിനെ നമ്മൾ ചൂട് പിടിക്കും. അതിനുശേഷം നമ്മൾ വയറിളക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. അതായത് ശോധന വരുത്താനുള്ള മരുന്നുകൾ അവർക്ക് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഒരുപക്ഷെ അവരുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവർക്ക് ഇലക്കിഴികളോ അല്ലെങ്കിൽ ഞവരക്കിഴി അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ നമ്മൾ പ്രയോഗിക്കും. അപ്പോൾ ഈ പ്രയോഗങ്ങൾ കൊണ്ട് തന്നെ അവരുടെ വാദം ശമിക്കുകയും അവർക്ക് നന്നായിട്ട് മൂവ് ചെയ്യാനും പറ്റും. അവരുടെ വേദനകൾ നന്നായിട്ട്, വേദനയാണല്ലോ വാദം കൂടിയാൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ വേദന ശമിപ്പിക്കാനാണ് നമ്മൾ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവർക്ക് രസായന പ്രയോഗങ്ങൾ കൊടുക്കും. നമ്മൾ രസായനം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ ശക്തിപ്പെടുത്താനുള്ള, അതിനിപ്പോൾ ചവനപ്രാശം കൊടുക്കാറുണ്ട്, അമൃതപ്രാശം, നാരസിംഹ രസായനം, അങ്ങനെ പലവിധ ലേഹ്യങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ അരിഷ്ടങ്ങൾ, അശ്വഗന്ധാരിഷ്ടം, ബലാരിഷ്ടം, ധന്വന്തരാരിഷ്ടം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രസായന പ്രയോഗങ്ങളും നമ്മൾ അതിന് ശേഷം ആ രോഗിക്ക് കൊടുക്കും. ഈ കഫം കൂടിയാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മുടെ അപ്പർ ബോഡി പാർട്സിലാണ്. അതായത് ശ്വാസം മുട്ട്, ചുമ, അല്ലെങ്കിൽ ജലദോഷം, തലവേദന, ഇതൊക്കെയാണ് കഫം കൂടിയാൽ കൂടുതലായിട്ടുണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള രോഗികളെ നമ്മൾ ആദ്യപടിയായിട്ട് തൈലം പുരട്ടി എല്ലാവരെയും നമ്മൾ വേർപ്പിക്കും. അതിനുശേഷം മൂക്കിൽ നമ്മൾ മരുന്നുകൾ ഒറ്റിക്കുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. നസ്യം എന്നാണ് നമ്മളതിനെ സാധാരണ വിശേഷിപ്പിക്കാറ്. ആ നസ്യപ്രയോഗങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ശിരസിലും ഈ അതായത് നമ്മുടെ ചെസ്റ്റിലുമുള്ള എല്ലാ കഫങ്ങളെയും നമുക്ക് അതിനെ എക്സ്പെൽ ചെയ്യാൻ പറ്റും, അതിനെ പുറത്തേക്ക് കളയാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരുപക്ഷെ വമനം എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അതായത് ചില മരുന്നുകൾ കൊടുത്ത് അവരെ ഛർദ്ദിപ്പിച്ച് ആ കഫത്തിനെ പുറത്ത് കളയുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ വമനം എന്ന് പറയുന്നത്. ആ വമനത്തിലൂടെ നമുക്ക് കഫമുള്ളത് മുഴുവനായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും നമുക്ക് പുറത്തു കളയാൻ പറ്റും.
ആ വമന പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഞവരക്കിഴിയോ ഇലക്കിഴിയോ ഒക്കെ ചെയ്ത് അവരെ ശരീരത്തിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി രസായന പ്രയോഗങ്ങളായ ചവനപ്രാശം, നാരസിംഹ രസായനം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരുടെ ശരീരത്തിനെ കുറച്ചും കൂടെ പുഷ്ടിപ്പെടുത്തിയാണ് നമ്മൾ വിടുന്നത്. പിത്തത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഒരു ആൾക്ക് അസുഖം ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ശരീരബലം കുറയുക എന്നാണ് അതുകൊണ്ട് കാണുന്നത്. അതായത് ഇമ്മ്യൂണിറ്റി വല്ലാണ്ട് കുറഞ്ഞു പോകും പിത്തം കുറഞ്ഞാൽ. അപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് കൂടുതലായിട്ട് നമ്മൾ ശിരോധാര എന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്. അത് നമ്മൾ സാധാരണ ഈ ശിരസിൽ ഒരു തൈലങ്ങൾ ചൂടാക്കി നമ്മൾ ഒരേ ധാരയായിട്ട് ഒഴിക്കുന്ന ഒരു പ്രക്രിയയാണ് ശിരോധാര എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ വയറിലെ പിത്തത്തിനെ നമ്മൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വസ്തി പ്രയോഗങ്ങൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അത് നമ്മളുടെ വയറ്റിലുള്ള പ്രശ്നങ്ങൾ, അതായത് പിത്തത്തിനെ നോർമലൈസ് ചെയ്യാനുള്ള ഒരുതരം ചികിത്സാ രീതിയാണ് ആയുർവേദത്തിൽ. ആ രണ്ട് പ്രക്രിയ, അതുപോലെ തന്നെ വയറിളക്കുന്ന ചികിത്സയും നമ്മൾ വിരേചന ഔഷധങ്ങൾ കൊടുത്ത് വയറിളക്കുന്ന ചികിത്സയും പിത്തത്തിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. പിന്നെ എല്ലാ ചികിത്സയുടെയും അവസാനം ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുന്ന ചികിത്സ, അതായത് ഞവരക്കിഴി, ധാര, അങ്ങനെ പിടിച്ചൽ, ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യും. അത് ശരീരം പുഷ്ടിപ്പെടുത്തുക, ഏതൊരു ചികിത്സയുടെയും അവസാനം ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ചികിത്സയും കൂടെ ഉണ്ടാകും. പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് എന്തെങ്കിലും വേറെ അസുഖങ്ങളുണ്ടെങ്കിൽ ആ അസുഖത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും എല്ലാ ചികിത്സയും ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ രോഗിക്ക് എന്തൊക്കെ ചികിത്സ ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. സർ, കർക്കിടക മാസത്തിൽ ശരീരബലം കുറയുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരീരബലം കുറയുക എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ വർഷകാലത്ത് സൂര്യൻ സാധാരണ കാർമേഘങ്ങളിൽ മറഞ്ഞിരിക്കും. അതായത് വെയിലിൻ്റെ ദൈർഘ്യം വളരെ കുറവായിരിക്കും. അതേസമയം മഴയായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം വളരെ തണുത്ത ഒരു അന്തരീക്ഷമായിരിക്കും. ഈ തണുത്ത അന്തരീക്ഷത്തിൽ എപ്പോഴും നമ്മളുടെ രോഗാണുക്കൾ പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മഴക്കാലമായതുകൊണ്ട് ജലജന്യ രോഗങ്ങളും കൂടുതലായിരിക്കും. വെള്ളത്തിലൂടെ പകരുന്ന അനവധി രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. കൊതുക് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ കൂടുതലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഈ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണ്. ഈ കാലാവസ്ഥ ആയതുകൊണ്ട്, തണുപ്പ് കൂടുതലായതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ വാദം, പിത്തം, കഫം, ഈ 3 ദോഷങ്ങളും നേരത്തെ പറഞ്ഞല്ലോ പ്രശ്നങ്ങളായിരിക്കും. അത് നേരെ നിൽക്കില്ല എലിമെൻറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായി പചിക്കുകയില്ല, ശരിയായി ദഹനം നടക്കില്ല. ഈ ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ശരിയായ ബലം കിട്ടില്ല. ബലം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പ്രതിരോധ ശക്തി കുറയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകും. നമ്മൾ ഈ ശരിക്കുള്ള ഡൈജഷൻ നടത്തി നമ്മുടെ ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് വരണം ശരിക്ക്. പക്ഷേ പിത്തം കുറഞ്ഞതുകൊണ്ട് ശരിക്കുള്ള ഡൈജഷൻ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായ തോതിൽ നമുക്ക് ആ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ വെറുതെ ഒരു മഴ പെയ്താൽ പോലും നമുക്ക് അസുഖങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റടിച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ അസുഖമായിട്ട് ആശുപത്രിയിൽ പോകേണ്ടി വരുന്നതൊക്കെ ഇങ്ങനെയുള്ള രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ടാണ്. ഈ രോഗപ്രതിരോധ ശേഷി കുറയാനുള്ള പ്രധാന കാരണം ഭക്ഷണം ശരിയായി ദഹിച്ച് അതിനുള്ള ന്യൂട്രിയൻസ് ബോഡിയിൽ വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിന് ഇത്ര പ്രാധാന്യം വരുന്നതും. അത് ശരിയാക്കാതെ, അതായത് ദഹനപ്രക്രിയ ശരിയാക്കാതെ നമുക്ക് ബലം കിട്ടില്ല. അപ്പോൾ ദഹനപ്രക്രിയ ശരിയാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കർക്കിടക ചികിത്സ. അതുകൊണ്ടാണ് കർക്കിടക ചികിത്സയ്ക്ക് ഇത്ര പ്രാധാന്യം എല്ലാവരും ചെയ്യണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. കാരണം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ വയസ്സായ ആൾക്കാർക്കൊക്കെ അസുഖങ്ങൾ കൂടുന്ന കർക്കിടകത്തിലാണ്. ഇപ്പോൾ പലരും നമ്മുടെ മരണനിരക്കുകളിൽ നോക്കിയാൽ ഈ കർക്കിടക മാസത്തിലാണ് വയസ്സായി കിടപ്പിലായ രോഗികളൊക്കെ ഒരു പക്ഷേ പലവിധ ന്യൂമോണിയ, ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് മരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കർക്കിടകത്തിലാണ് കൂടുതൽ. അപ്പോൾ ഇതാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുകയാണ് അതിന് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പിത്തം കുറഞ്ഞ് നമ്മുടെ ഡൈജഷൻ ശരിയായി നടക്കാത്തത് കൊണ്ടാണ്.